ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലത്തെ സെമി ഫൈനൽ പോരാട്ടത്തിൽ പലരും വിജയ സാധ്യത കൽപ്പിച്ചിരുന്നത് കരുത്തരായ ഫ്രാൻസിനായിരുന്നു. പക്ഷേ സ്പെയിൻ ഇന്നലെ ഫ്രാൻസിനെ നിഷ്പ്രഭമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, മത്സരത്തിൻ്റെ മുഴുവൻ കൺട്രോളും സ്പെയിനിൻ്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അർഹിച്ച ഒരു വിജയമാണ് സ്പെയിൻ സ്വന്തമാക്കിയത്. മത്സരത്തിൽ കിലിയൻ എംബപ്പേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. നല്ല പോലെ അദ്ദേഹത്തെ പൂട്ടാൻ കുബാർസിക്കും അദ്ദേഹത്തിൻ്റെ പ്രതിരോധ നിരക്കും സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഈ മത്സരശേഷം കിലിയൻ എംബപ്പയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എവിടെയാണ് പിഴച്ചത്, എന്തായിരുന്നു പോരായ്മകൾ എന്നായിരുന്നു ചോദ്യം. അതിന് കൃത്യമായ ഒരു മറുപടി കിലിയൻ എംബപ്പെ നൽകിയിട്ടുണ്ട്. പ്രസ്സിങ് നല്ല രൂപത്തിൽ വർക്കായില്ല. അതായത് സ്പെയിൻ പോലെയുള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ അവരുടെ ഓരോ താരങ്ങളെയും ഞങ്ങളുടെ ഓരോ താരങ്ങളും പ്രസ് ചെയ്യണം, അത് സംഭവിച്ചില്ല എന്നാണ് കിലിയൻ എംബപ്പെ ഒന്നാമത്തെ പോരായ്മയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോരായ്മ അത് മിസ്പാസുകൾ തന്നെയാണ്. കിലിയൻ എംബപ്പയുടെ മറുപടി ഇങ്ങനെയാണ്: മത്സരത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ 3 vs 2 എന്ന രീതിയിലാണ് പ്രസ് ചെയ്തത്, അത് തന്നെ പരാജയമായിരുന്നു. സ്പെയിനിനെ പോലെയുള്ള ഒരു ടീമിനെതിരെ 1 vs 1 എന്ന രീതിയിൽ പ്രസ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോൾ എടുത്തതിന് ശേഷം ഞങ്ങളുടെ ടച്ചുകളും നീക്കങ്ങളും മോശമായിരുന്നു. ഒരു വേൾഡ് കപ്പ് സെമി ഫൈനലിന് യോജിച്ചതായിരുന്നില്ല അത്. ഒരുപാട് മിസ്പാസുകൾ സംഭവിച്ചു, കൃത്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഞങ്ങൾക്ക് ഈ ടാസ്കിന്റെ നിലവാരത്തിന് ഉയരാൻ സാധിച്ചില്ല. ഇതാണ് കിലിയൻ എംബപ്പെ പറഞ്ഞത്. പ്രകടനം മോശമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചു. പ്രസ്സിംഗ് മോശമായിരുന്നു, പാസുകൾ മോശമായിരുന്നു, മൂവ്മെന്റുകൾ മോശമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കിലിയൻ എംബപ്പെ ഇപ്പോൾ സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും സ്പെയിനിന്റെ മധ്യനിര ഇന്നലെ കളി പിടിക്കുകയായിരുന്നു. ഫ്രഞ്ച് മധ്യനിര താരങ്ങൾക്ക് മത്സരത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. റോഡ്രിയും ഓൽമോയും ഒക്കെ മികച്ച പ്രകടനം നടത്തി. അങ്ങനെ കളിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ സ്പെയിനിന്റെ മധ്യനിരക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മത്സരത്തിൽ ഫ്രാൻസിന് മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ സ്പെയിനിന് സാധിച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.